ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുന്നണിക്ക് തിരിച്ചടിയായി റിയാസ് മൗലവി കേസിലെ വിധി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ വിധിന്യായത്തിൽ എണ്ണിപ്പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനവും പ്രതിപക്ഷം ആയുധമാക്കുന്നു. വിധി വന്ന ശേഷം 2 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നുവെങ്കിലും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. റിയാസ് മൗലവി കേസിൽ പ്രോസിക്യൂഷൻ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് സംഘപരിവാർ അനുഭവമുള്ള പ്രതികളെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണൻ വെറുതെ വിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകളാണ് പ്രതികളെ വെറുതെ വിടാൻ കാരണമായി കോടതി ഉത്തരവിൽ പറയുന്നത്. കൊലയുടെ ഉദ്ദേശം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷനായില്ലെന്നും തെളിവെടുപ്പിലും തെളിവ് ശേഖരണത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടായി തുടങ്ങിയ കാര്യങ്ങളും പറയുക വഴി അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയെ തന്നെ കാര്യങ്ങൾ വിലയിരുത്തേണ്ടി വരും. പൗരത്വ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നതിനിടെയാണ് സംഘപരിവാർ പ്രവർത്തകർ പ്രതികളായ കേസിലെ പോലീസിന്റെ വീഴ്ച പുറത്തുവരുന്നത്. അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ എണ്ണി പറയുന്ന വിധിന്യായവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ വിശദീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സംഘപരിവാർ CPM ബന്ധം ആരോപിക്കുന്ന UDF-ന് ബലം പകരുന്നതാണ് ഇന്നലത്തെ വിധി. അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ വരും ദിവസങ്ങളിൽ എടുത്തേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.